പാർവേ അമ്മായി പഠിക്കായിരുന്നോ? പഠിക്കായിരുന്നു അമ്മായി. കേശോട്ടാ, അമ്മുമ്മേ, കനയന്റെ ഗൗരമ്മായി വന്ന്. പൈസയുടെ കാര്യം എന്തായി അമ്മായി? എന്തോന്ന് പറയാനടേ, ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ശാർക്കരയിൽ എറണാകുളത്തോട്ട് വന്നത്. അമ്മായി എന്തായി കാശിന്റെ സെറ്റ്? എടാ കാശ് റെഡി ആയില്ല, അതിന്റെ ടെൻഷനിലല്ലേ ഞാൻ ഇരിക്കണേ. കാശ് റെഡി ആയില്ല, അതിന്റെ ടെൻഷനിലല്ലേ ഞാൻ ഇരിക്കണേ. കാശിന്റെ കാര്യം നമുക്ക് സെറ്റ് ആക്കാം, പക്ഷെ ഞാൻ പറയണ പോലെ കേക്കണം. നീ പറയണ പോലെ എന്തോന്ന് കേക്ക? എടാ പൈസ കൊടുക്കണം ചെറുക്കാ. പൈസ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇന്ന് തന്നെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അമ്മായി ഇതിപ്പോ നമുക്ക് മീരി ടീച്ചർക്ക് കൊടുക്കാനുള്ള കാശാണല്ലോ. ആണ്. ഇത് നമുക്ക് പറ്റിയൊരു മണ്ടത്തരം ആണല്ലോ. ആണ്. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ ഇപ്പൊ കാശ് തരാൻ പാങ്ങുള്ള ഒരാളുണ്ട്. ആ ആളെടുത്ത് നമ്മൾ ഇതിന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല, പുല്ല് വിലയായിരിക്കും. കാശ് തരാനും പോണില്ല. പക്ഷെ പൈസ കൊടുക്കണ്ടേ? കൊടുക്കണം. അതിന് നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. കാശ് വേണോന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. വേറൊന്നും പറയാതിരുന്ന എങ്ങനെ സീരിയസ്നെസ് മനസ്സിലാവും? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്നെസ് മനസ്സിലാവാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നും ചെയ്യണ്ട, എന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റ്. ഫോളോ ചെയ്താൽ മതിയാ? എന്നാ പോവാ. എങ്ങോട്ടാ? നീ അല്ലേ ഫോളോ ചെയ്യാൻ പറഞ്ഞ? ഞാൻ വല്ലോ വിളിച്ചാൻ പറയാൻ കേട്ടാ. കാശ് കിട്ടാണെന്ന് പറഞ്ഞപ്പോ കിളി പറഞ്ഞു പോയാ. അവിടെ ഞാൻ ഡീൽ ചെയ്യാം. അമ്മുമ്മ വരുമ്പോ പറയുന്ന പോലെ അങ്ങ് ഡീൽ ചെയ്താ മതി. കനകം, ആമാ മോളിതപ്പോ വന്നു. ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ അമ്മ. അമ്മ എവിടെ പോയേക്കായിരുന്നു? ഞാൻ പിന്നെ പുറത്തേക്ക് വരുന്നു. അമ്മായി ഓ എന്തരാണ്? വന്നപ്പോലെ ഞാൻ ശ്രദ്ധിക്കാണ്, ഒരുമാതിരി ഇരിക്കണ്. ഇല്ല അമ്മൂമ്മ, ഒരു മൂഡ് ഓഫ് ഇല്ലേ? മോത്ത് നോക്കിയേ. ശരിയാ, മൊത്തത്തിലൊരു പ്രസന്നതയില്ല. എന്തോന്ന് പറയാ അമ്മ, ഇനി കൊടുത്ത വാക്ക് മാറ്റി പറയണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ. കൊടുത്ത വാക്കാ? എന്തിനാ കൊടുത്ത വാക്കെന്ന്? എടാ പൈസ കൊടുക്കണോടാ. ഞാൻ ഇന്ന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പോയി. ഓ മറ്റേ പറഞ്ഞ പൈസയുടെ കാര്യം? പൈസയുടെ കാര്യം കൊടുക്കാന്ന് പറയണ. ഇനി വാക്ക് മാറ്റി പറയണോന്ന് വെച്ചാല് കാശ് വാക്ക് കൊടുത്തെന്നും പറഞ്ഞോണ്ടെങ്കിൽ എടുത്തും കൊടുക്കാൻ പറ്റുമോ? കാശ് ഉണ്ടെങ്കിലല്ലേ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ആക്കല്ലേ പോണേ. വാക്കെല്ലാം മാറ്റ മുടിയാത്. കല്യാണത്തോട് വിഷയം താനേ. അത് കല്യാണത്തിന്റെ കല്യാണോ? ആരുടെ കല്യാണം? കല്യാണം നമ്മുടെ മീരി ടീച്ചറിന്റെ കല്യാണം. അതായിരുന്നോ? ഓ അതായിരുന്നു. കനകാന്റി, മീരി ടീച്ചറിന്റെ കല്യാണത്തിന് നമുക്ക് പോവാം കേട്ടോ. അതിന് പറയട്ടെ. അമ്മൂമ്മ, ഇപ്പൊ ഇവിടുത്തെ മെയിൻ വിഷയം എന്തരാണ്? അമ്മായിയുടെ മുഖം വാടിയിരിക്കണത്. എന്തുകൊണ്ട് വാടിയിരിക്കണത്? പൈസ. അത് നമ്മൾ എങ്ങനെ അറേഞ്ച് കൊടുക്കും ആലോചിക്കണം. മോളെ ഗൗരി, എന്താ നിന്റെ പ്രശ്നം? അത് പറ. പ്രശ്നം കാശ് എത്ര തവണ പറഞ്ഞ മുമ്പ്. ഇനി അങ്ങനെ ഒരാൾ പറയും? ആലോചിച്ച് നോക്കണേ. കാശാണ്. എത്ര രൂപ അമ്മായി? 1,00,000 രൂപ. 1,00,000 രൂപയോ? 1,00,000 രൂപയുടെ ആവശ്യം എന്തുവാ? 1,00,000 രൂപയ്ക്ക് 1,00,000 രൂപയുടെ ആവശ്യം കാണൂല്ലേ മുമ്മായി? 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ ഉണ്ടെങ്കിലല്ലേ 1,00,000 രൂപയ്ക്ക് ആവശ്യം വരുള്ളൂ. ഇപ്പൊ ആവശ്യമുള്ള സ്ഥിതിക്ക് 1,00,000 രൂപ ഇല്ലല്ലോ. 1,00,000 രൂപ ഇല്ലല്ലോ. 1,00,000 രൂപയുടെ ആവശ്യം എന്ത് ചെയ്യും? അതെ, ഇപ്പൊ കാശില്ലാതെ നമ്മൾ വെറുതെ ആവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല, കാശാണ് മുഖ്യം. കാശ് വേണം. കാശില്ലെങ്കിൽ വാക്ക് മാറ്റി പറയേണ്ടി വരും. ആഹാ, അതാണോ കാര്യം? ഇത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ശ്രീകുട്ടനോട് വിളിച്ച് ചോദിച്ചാ പോരെ? അമ്മൂമ്മേ, അതെങ്ങനെയാ? കുട്ടുമാമനെ 2 മാസമായിട്ട് സാലറി കിട്ടുന്നില്ല അല്ല അമ്മായി? അമ്മായി എന്നോട് പറഞ്ഞ മറന്നാ? ശരിയാണ്, എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു 2 മാസമായിട്ട് സാലറി കിട്ടണമെന്ന്. கௌரி, நீ வருத்தப்படாத, எல்லாமே சரியாகும். கடவுள் கொடுப்பாரு இந்த 1,00,000 ரூபாய்.